1994 ഓണം സീസണിൽ ഒരു സിനിമ റിലീസായി. ജോഷി സംവിധാനം ചെയ്ത, മമ്മൂട്ടി പ്രധാന വേഷത്തിൽ അഭിനയിച്ച സൈന്യം. വേറെയും മോഹൻലാലിന്റെയും ശ്രീനിവാസന്റെ ഒക്കെ സിനിമകളുണ്ട്, ബാബുവിന്റെ സിനിമകളൊക്കെ ഉണ്ട്. പക്ഷെ സൈന്യം ഈ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ഒരു സിനിമയായിരുന്നു. അപ്പൊ സൈന്യം സിനിമയെ കുറിച്ചിട്ടുള്ള അന്നത്തെ മാഗസീനിൽ വന്നിട്ടുള്ള റിലീസിന് മുമ്പ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഒരു റിപ്പോർട്ടാണ്. അതിൽ കുറച്ച് കൗതുകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ആ റിപ്പോർട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. ഇത് ജൂലൈ മാസത്തെ ഞാനെയാണ്. അപ്പൊ ഇതില് സൈന്യത്തെക്കുറിച്ചുള്ള വാർത്ത തുടങ്ങുന്നത് എങ്ങനെയാണ്? ജോഷിയുടെ സൈന്യം ബാംഗ്ലൂരിൽ പൂർത്തിയാവുന്നു. 35 ദിവസത്തെ ചിത്രീകരണത്തിന് ശേഷം ഹൈദരാബാദിൽ നിന്നും പാക്കപ്പായ സൈന്യത്തിന്റെ രണ്ടാം ഷെഡ്യൂൾ കഴിഞ്ഞ ആഴ്ചയാണ് ബാംഗ്ലൂരിൽ ആരംഭിച്ചത്. എയർഫോഴ്സ് പശ്ചാത്തലമാക്കി വിപുലമായ ക്യാൻവാസിൽ പരിചയസമ്പന്നനായ ജോഷി അണിയിച്ചൊരുക്കുന്ന പുതുമകൾ നിറഞ്ഞ ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഈ ആഴ്ചയോടെ മിക്കവാറും പൂർത്തിയാവും. ഓണത്തിന് തിയേറ്ററുകൾ എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന സൈന്യത്തിന്റെ ഏതാനും സീനുകൾ മാത്രമേ ഇനി ഷൂട്ട് ചെയ്യാൻ ബാക്കിയുള്ളൂ. ബാംഗ്ലൂരിൽ ജലഹലിയിലെ എയർഫോഴ്സ് ടെക്നിക്കൽ കോളേജ്, എയർഫോഴ്സ് സ്റ്റേഷൻ, HAL എയർപോർട്ടിനടുത്തുള്ള കുറച്ച് ലൊക്കേഷൻസ് ഉണ്ട്. ഞാൻ എല്ലാം വായിക്കുന്നില്ല. ഇത്തരം സ്ഥലങ്ങളാണ് ചിത്രീകരണം നടന്നത്. അസാമാന്യ ബുദ്ധിശാലിയും തികഞ്ഞ ദേശസ്നേഹിയും അതോടൊപ്പം കർക്കശ സ്വഭാവക്കാരനുമായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഈശ്വറായി വേഷമിടുന്ന മമ്മൂട്ടി, ഈശ്വറിന്റെ സഹപ്രവർത്തകനും സഹായിയുമായ വിംഗ് കമാൻഡർ സക്കീറായി അഭിനയിക്കുന്ന മുകേഷ്, ചുറുചുറുക്കും ഊർജ്ജസ്വലതയും പ്രകടിപ്പിച്ചുകൊണ്ട് ക്യാമ്പിൽ ചെത്തി നടന്ന് യുവ കാഡറ്റുകളുടെ ഉറക്കം കെടുത്തുന്ന ശ്രദ്ധ കൗൾ എന്ന വനിതാ കാഡറ്റിനെ അവതരിപ്പിക്കുന്ന പ്രിയ രാമൻ, ഈ പ്രധാനമായിട്ടുള്ള ഈ മെയിൻ ആർട്ടിസ്റ്റിലെ വായിച്ചിട്ടാണ് അടുത്തത് പറയാൻ പോകുന്നത്, എന്നിവരെ കൂടാതെ എന്ന് പറഞ്ഞ് കുറച്ച് പേരുകൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്ന കുറച്ച് പേരുകളിൽ അവർ ഓർഡർ തന്നെ ഞാൻ വായിക്കാം. വിക്രം, ഹരിരാജ്, കൃഷ്ണൻ. വിക്രം അന്ന് നമുക്കറിയാം തമിഴ് നായകനായി അഭിനയിച്ചു. അവിടെ വലിയ ക്ലിക്ക് ആവാതെ ഇവിടെ വന്ന് ധ്രുവം ചെയ്യുന്നത്. ധ്രുവം കഴിഞ്ഞ് വിക്രം അഭിനയിക്കുന്ന മലയാളത്തിലെ ഒരു സിനിമയാണ്. ആ സമയത്ത് അവിടെ തമിഴും തെലുങ്കൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പൊ വിക്രമിന്റെ പേരാണ് ഇതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹരിരാജ്. ഈ ഹരിരാജ് ആരാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൽ അഭിനയിച്ചിട്ടുള്ള കുറെ പേരിൽ ആരോ ഒരാളാണ്. എന്തായാലും രണ്ടാമത്തെ പേര് ഹരിരാജാണ്. പിന്നെ കൃഷ്ണൻ എന്ന് പറയുന്നത് TS കൃഷ്ണൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം നമുക്കറിയാം ഷാജി കൈലാസിന്റെ സിനിമകളിലൂടെ വന്നാണ്. ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ മരിച്ചു. എനിക്ക് തോന്നുന്നു കിങ് ഇറങ്ങിയ സമയത്താണ് അദ്ദേഹം മരണപ്പെട്ടെന്ന് തോന്നുന്നു. 95 അതോ 96 എപ്പോഴും അദ്ദേഹം മരണപ്പെട്ടു. അധികം സിനിമകളൊന്നും അഭിനയിച്ചത്. വിക്രം വരെ ഈ അടുത്ത് കുറച്ചു കാലം മുമ്പ്, ഈ അടുത്തല്ല ഒരു 5-6 കൊല്ലം മുമ്പ് വിക്രം ഇവിടെ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി വന്നപ്പോൾ സൈന്യത്തിലെ ഓർമ്മകൾ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ പേരുകൾ ഒന്ന് കൃഷ്ണനായിരുന്നു, നല്ലൊരു സുഹൃത്തായിരുന്നു എന്നൊക്കെ വിക്രം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വില്ലനായിട്ടാണ് കൂടുതൽ അഭിനയിച്ചത്. പിന്നെ ആലഞ്ചേരി തമ്പരാക്കൾ പോലത്തെ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കോഴിക്കോട് സ്വദേശിയാണ്. എന്തായാലും വിക്രമിന്റെ ഈ കൃഷ്ണന്റെ പേരാണ് ഈ സിനിമയിൽ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മുജീബും എനിക്ക് തോന്നുന്നു ആ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം ഒരു സിനിമയിൽ മാത്രം അഭിനയിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. വേറെ ഏതെങ്കിലും സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഈ അടുത്ത് ഞാൻ ഈ പറഞ്ഞ വിക്രമിന്റെ ആ ഒരു പ്രൊമോഷൻ സമയത്ത് സൈന്യത്തിൽ അഭിനയിച്ച കുറച്ച് പേര് അന്ന് അവിടെ വന്നിരുന്നു. അതിലൊന്ന് രാജീവ് രംഗനും അതുപോലെ തന്നെ മുകുന്ദനും വന്ന കൂട്ടത്തിൽ ഈ മുജീബും അന്ന് വന്നിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ ബിസിനസ് ഒക്കെയാണ് ചെയ്യുന്നതെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. വിക്രമിനെയും ആ ഒരു സിനിമയുടെ റിലീസിന് ശേഷം, വിക്രം സ്റ്റാർ ഒക്കെ ശേഷം ഇപ്പോഴാണ് കാണുന്നതൊക്കെ മുജീബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ദിനേശ് അടുത്തൊരു പേര്. അത് കഴിഞ്ഞ് അബി, മുകുന്ദൻ, സൂരജ്. ഇത് കഴിഞ്ഞിട്ടാണ് ദിലീപിന്റെ പേര്. പിന്നെ ഷാജിൽ, സ്റ്റെയിൻസ്, ജോസ് ടെറൻസ് തുടങ്ങിയ യുവനടന്മാരും ജൂനിയർ ആർട്ടിസ്റ്റുകളുമാണ് ബാംഗ്ലൂരിലെ ചിത്രീകരണത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. പാലസ് റോഡിലുള്ള അസ്ട്രിയ എന്ന പുതിയ ഹോട്ടലിൽ ജോഷി മുകേഷും താമസിക്കുന്നു. മമ്മൂട്ടി ആകട്ടെ വൈറ്റ് ഫീൽഡിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ. നിർമ്മാതാക്കളായ എവർഷൈൻ മണിയും അബു ഫിലിംസിന്റെ ബലറാമും തിരക്കഥ തയ്യാറാക്കുന്ന SN സാമിയും യുവ നടന്മാരും ഗാന്ധിനഗറിലെ കനിഷ്കയിൽ കഴിയുമ്പോൾ തെല്ലകലെയുള്ള മോത്തി മഹലാണ് യൂണിറ്റിന് ഇടം നൽകിയിട്ടുള്ളത്. മോത്തിയുടെ റിസപ്ഷനിൽ നിന്ന് ഫോൺ വിളി മാങ്ങിയവും ശാസനകളുമായി കാരണവ പ്രകൃതനായ KR ഷൺമുഖം പ്രൊഡക്ഷൻ നിയന്ത്രിക്കുന്നു. ഹൈദരാബാദ്, ബാംഗ്ലൂർ നഗരങ്ങളിലെ ഉയർന്ന ഷൂട്ടിംഗ് ചെലവ് കണക്കിലെടുക്കുമ്പോൾ സൈന്യത്തിന്റെ ബഡ്ജറ്റ് 1.5 കോടിയോട് എടുക്കും. 1.5 കോടിയൊക്കെ അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് തന്നെയാണ്. ബാംഗ്ലൂരിലെ മൂടിപ്പിടിച്ച കാലാവസ്ഥയും ഇടയ്ക്കിടയ്ക്ക് അറ്റുവീഴുന്ന മഴയും ഷൂട്ടിങ്ങിന് തടസ്സം ഉണ്ടാക്കിയതായി ജോഷി പറഞ്ഞു. രാജൻ ശങ്കരാടിയും രവിയുമാണ് ജോഷിയെ സംവിധാന കാര്യങ്ങൾ സഹായിക്കുന്നത്. ഈ രാജൻ ശങ്കരാടി പിന്നീട് മീനത്തെ താലുകെട്ട് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ചെയ്തു. അദ്ദേഹം ഒരുപാട്, എനിക്ക് ക്രിസ്ത്യൻ ബ്രദേഴ്സ് വരെ ജോഷിയുടെ അസോസിയേറ്റ് ആയിരുന്നു, വളരെ സീനിയർ അസോസിയേറ്റ് ആയിരുന്നു. കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് അറിയണമെങ്കിൽ എല്ലാവർക്കും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നത് ഓഗസ്റ്റ് 1 എന്ന് പറയുന്ന ഒരു സിനിമയിൽ ക്യാപ്റ്റൻ രാജുവിന്റെ പഴയ കോളേജ് സുഹൃത്ത് ക്യാപ്റ്റൻ രാജു അതിൽ കൊല്ലുന്നുണ്ട്. അതാണ് രാജൻ ശങ്കരാടി. അദ്ദേഹത്തിന്റെ മകൾ പാർവതി രാജൻ ശങ്കരാടി ഇപ്പോൾ സിനിമയിലേക്ക് അഭിനയിക്കുന്നുണ്ട്. പ്രിൻസ് ആൻഡ് ഫാമിലിയിലൊക്കെ
അതില് ധ്യാന്റെ പേരായിട്ടാണ് പറഞ്ഞത്, ധ്യാന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അല്ല, ദിലീപിന്റെ അനിയന്മാരിൽ ഒരു അനിയന്റെ മകളായിട്ട് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. വേറെ സിനിമകളൊക്കെ അവർ അഭിനയിക്കുന്നുണ്ട്. രവി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോഴും അസോസിയേറ്റ് ആണ്, KC രവി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജയനൻ വിൻസൻ ക്യാമറ ചലിപ്പിക്കുന്നു. ഈ വാര്യാന്തത്തിൽ സൈനിക താവളങ്ങളുടെ നഗരമായ ബാംഗ്ലൂരിൽ നിന്നും തെന്മലയിലേക്ക് മാറും. അപ്പോൾ അന്ന് ദിലീപ് സൈന്യമാണ് ശരിക്കും ദിലീപിന് ഒരു ചെറിയ ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ഒരു ബ്രേക്ക് കൊടുത്തത് എന്ന് പറയാം. കാരണം സൈന്യം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്ന മുമ്പ് ദിലീപ് കമലിന്റെ അസിസ്റ്റന്റ് ആവുന്നു. ചെറിയ എന്നോട് ഇഷ്ടം കൂടാമോ, പിന്നെ സുദിനം എന്ന് പറയുന്ന ഒരു സിനിമ, ഇങ്ങനെ ചെറിയ ചെറിയ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടാണ് സൈന്യത്തിലോട്ട് വരുന്നത്. അപ്പൊ സൈന്യം അഭിനയിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് മാനത്തെ കൊട്ടാരം എന്ന് പറയുന്ന ഒരു സിനിമ ദിലീപിന് കിട്ടാൻ കാരണം സൈന്യമാണ്. ഈ ലൊക്കേഷനിൽ വെച്ചിട്ട് മമ്മൂട്ടിയുമായിട്ട് കൂടുതൽ അടുപ്പമാവുന്നത്. മമ്മൂട്ടിയാണ് പിന്നീട് മാനത്തെ കൊട്ടാരത്തിന്റെ ദിലീപിനെ സജസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും ദിലീപ് തന്നെ തമാശ രൂപേണ പറഞ്ഞിട്ടുണ്ട്, ഈ എവർഷൈനൊക്കെ ഇതിന്റെ പ്രൊഡക്ഷന്റെ ഭാഗമാണ്. അപ്പൊ എവർഷൈൻ മണിയണ്ണൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം വളരെ സീനിയറാണ്. അദ്ദേഹമാണ് ദിലീപിനെ ഈ സിനിമയോട് സജസ്റ്റ് ചെയ്തത്. അപ്പൊ അന്ന് അബിയും നാദൃശ്യയും കൂടി അന്ന് സംവിധായകൻ ജോഷിനെ കാണാൻ പോയപ്പോൾ പൊക്കം കുറവുള്ളതുകൊണ്ട് ഈ പറയുന്ന നാദൃശ്യക്ക് അവസരം കിട്ടിയില്ല, അബിക്ക് അവസരം കിട്ടി. പിന്നെ അപ്പോൾ ദിലീപ് ഒറ്റയ്ക്ക് പോയി എന്ന് ജോഷിനെ പോയി കണ്ടു, എങ്ങനെയോ അവസരത്തെ പിടിച്ചു. അപ്പൊ ദിലീപ് ആ കൂട്ടത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ എല്ലാവരും, അപ്പൊ വിക്രം ആയാലും അബി ആയാലും കൃഷ്ണനായാലും ഒക്കെ അത്യാവശ്യം പൊക്കും കാര്യങ്ങളാണ്. ദിലീപ് മാത്രം അതിൽ മെനിഞ്ഞിട്ടാണ്. അപ്പൊ ദിലീപിന്റെ ഒരു കഥാപാത്രത്തിന്റെ പേര് കൊക്ക് തോമ എന്നാണ്. അത് ആ പേര് വരട്ടത് ദിലീപാണെന്നൊക്കെ പിന്നീട് ലാജോസ് പോലും പറഞ്ഞിട്ടുണ്ട്. ലാജോസ് പറഞ്ഞ ദിലീപ് എങ്ങനെ ഒരു സ്റ്റാർ ആയി എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ആ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വന്ന് ദിലീപിന്റേതായ പ്രയത്നം കൊണ്ട് അതിൽ ക്യാരക്ടർ ഇംപ്രൂവൈസ് ചെയ്തു. പലപ്പോഴും അബി അന്ന് ഒരു ശരിക്കും മിമിക്രിയിലെ സൂപ്പർ സ്റ്റാർ ആണ്. അപ്പൊ അബി തന്നെയാണ് മിമിക്രി നമ്പർ 1. അപ്പൊ അബി മിമിക്രിയിൽ അല്ലെങ്കിൽ സ്റ്റേജിലെ താരം എന്ന രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് അബി ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഒരു താരത്തിനെ പോലെ തന്നെയാണ് ബിഹേവ് ചെയ്തിരുന്നതും. അബിക്ക് തരുന്ന റോള് ചെയ്യുന്നു, മാറിയിരിക്കുന്നു. പക്ഷെ ദിലീപ് അങ്ങനെയല്ല, ദിലീപ് അതിൽ ഇൻവോൾവ് ആവും. ഷിബു ചക്രവർത്തി എന്ന് പറഞ്ഞ അദ്ദേഹം അതിലെ ഒരു റൈറ്ററും കൂടിയാണ്. ഡയലോഗ്സ് ഒക്കെ ചെയ്തത് അദ്ദേഹമാണ്. അദ്ദേഹം പലപ്പോഴും രാവിലെ മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങുമ്പോൾ ദിലീപും അദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങും. അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തെ ഒന്ന് സോപ്പിട്ട് അന്ന് ചെയ്യാൻ പോകുന്ന സീൻസ് എന്താന്ന് പഠിച്ച് ദിലീപ് അതിനെ ഇംപ്രൂവൈസ് ചെയ്ത്, അങ്ങനെയാണ് ആ ഒരു സിനിമയിൽ ദിലീപ് ശ്രദ്ധേയമായിട്ടുള്ള കുറെ ഡയലോഗുകൾ ദിലീപിന് കിട്ടി. ദിലീപിന് കുറെ കയ്യടി കിട്ടി, ഹ്യൂമർ എന്ന രീതിയിലത്തെ കയ്യടികൾ കുറെ കിട്ടി. ദിലീപ് എന്നത് ശ്രദ്ധിക്കപ്പെട്ടു. എനിക്ക് തോന്നുന്നു അതിൽ അഭിനയിച്ച നടന്മാരിൽ വിക്രം അതിൽ ഡാൻസ് എന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു, പക്ഷെ ഹ്യൂമർ ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ടത് ദിലീപാണ്. അപ്പൊ എന്തായാലും ഇപ്പോൾ ഇതെനിക്ക് ഇതിൽ ഏറ്റവും കൗതുകരമായിട്ട് തോന്നിയത് ഇതിന്റെ ദിലീപിന്റെ പേര്, ബാക്കിയുള്ള എല്ലാവരുടെയും പേര് കേട്ടത് ദിലീപിന്റെ പേര്. ആ ദിലീപ് പിന്നീട് ഇവരൊക്കെ കടത്തി വെട്ടി, ഇതിൽ പലവരെയും കടത്തി വെട്ടി എവിടെ എത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രയത്നം. അദ്ദേഹത്തിന്റെ ഒരു ഡെഡിക്കേഷൻ തന്നെയാണ്. അപ്പൊ എന്തായാലും സൈന്യം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവും. അതിന്റെ ഒപ്പം കിന്നരി പുഴയോരം, മിന്നാരം, പിന്നെ ദാദ, പാളയം, ഇത്രയും സിനിമകളാണ് അന്ന് തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ സൈന്യത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകൾ നമുക്ക് ഷെയർ ചെയ്യുക.